എല്ലാവർക്കും പ്രീസി ഹാക്സിലേക്ക് സ്വാഗതം. ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഇവിടെ വന്നിങ്ങനെ പറയണ ഓർത്തിട്ടേ പെട്ടെന്ന് നമ്മുടെ സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്ത് മാഷ് പറയില്ലേ, പദ്യം കാണാപ്പാടം പഠിച്ചിട്ടുള്ളവരൊക്കെ വന്ന് ഈ ടേബിളിന്റെ അരിയത്ത് വന്ന് എന്ന് പറയുന്നറിയില്ലേ, എനിക്ക് ആ ഒരു ഓർമ്മ തോന്നി ഇവിടെ വന്നേന്ന് ഇങ്ങനെ പറഞ്ഞിട്ട്. അപ്പൊ അതൊക്കെ പോട്ടെ. അപ്പൊ നമുക്ക് ഒരു കേക്ക് ഉണ്ടാക്കാം, ഫ്രൂട്ട് കേക്ക്. അപ്പൊ വളരെ എളുപ്പത്തിൽ നമുക്ക് ആ കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കണേന്ന് നോക്കാം. അപ്പൊ ഈ കേക്ക് ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു സംഭവമല്ല. അപ്പൊ വല്ല എന്തെങ്കിലും വല്ല സ്പെഷ്യൽ ഒക്കേഷനോ അല്ലെങ്കിൽ വല്ല ക്രിസ്മസോ അങ്ങനെ എന്തെങ്കിലും അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമ്മൾ കേക്ക് ഉണ്ടാക്കാറ്. അപ്പൊ ഇനിയിപ്പോ ക്രിസ്മസ് സീസണൊക്കെ ആയിട്ടില്ല, എന്നാൽ പോലും ആയി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്കൊരു കേക്ക് ഉണ്ടാക്കുമ്പോൾ അതെന്തായാലും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നേരിട്ട് വന്നത്. അപ്പൊ ഈ കേക്ക് ഉണ്ടാക്കാന്ന് പറയുന്നത് വലിയ ടാസ്ക് ഒന്നും അല്ല, നമുക്ക് വളരെ എൻജോയ് ചെയ്തിട്ട് നമുക്ക് കേക്ക് ഉണ്ടാക്കാം. അപ്പൊ നമുക്ക് തുടങ്ങാം. ആദ്യം തന്നെ നമുക്ക് ഇതേപോലെ ഒരു വലിയ ബൗൾ എടുക്കാം. അതിലേക്ക് നമുക്ക് ഒരു 1/4 ഗ്ലാസോളം പാലൊഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് അതിലേക്ക് ഇടേണ്ടത് പൗഡേർഡ് ഷുഗറാണ്. അത് നമ്മളുടെ മധുരം അനുസരിച്ച് ഇടണം കേട്ടോ. ഞാനിപ്പോ ഇതിനകത്ത് 2, 3, 5 ചെറിയ സ്പൂണാണ് പൗഡേർഡ് ഷുഗർ ഇട്ട് കൊടുത്ത്. പിന്നെ അതിലേക്ക് നമ്മൾ ഒരല്പം ബട്ടറിന്റെ പീസ് ഇട്ട് കൊടുക്കാം. നമുക്ക് ഈ പൗഡേർഡ് ഷുഗറും ഈ ബട്ടറും ഈ പാലും ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഈ ബട്ടറിന്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് നമുക്ക് അതിന് പകരമായിട്ട് ഒരു 4 ടേബിൾ സ്പൂൺ ഓയിൽ ചേർക്കാം, സൺഫ്ലവർ ഓയിൽ. ഇനി നമുക്കിതിലേക്ക് ഒരു അരിപ്പ വെക്കാം. അതിലേക്ക് 1 ഗ്ലാസോളം മൈദമാവാണ് എടുത്തേക്കണത് ഇട്ട് കൊടുക്കാം. നമുക്കൊന്ന് അരിച്ചെടുക്കണം. പിന്നെ അതിലേക്ക് നമുക്ക് ഒരു ചെറിയ ടീസ്പൂണാണ് ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ അല്ല ബേക്കിംഗ് പൗഡറാണ് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ഒരു 2 ടേബിൾ സ്പൂണോളം മിൽക്ക് പൗഡർ ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് നമ്മൾ ഒരു നുള്ളു മാത്രം ഉപ്പിട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഒന്ന് അരിച്ചു കൊടുക്കാം. അപ്പൊ നിങ്ങൾ ഇങ്ങനെ അരിച്ചെടുക്കുമ്പോൾ ഒരു വലിയ ബൗൾ എടുക്കാനായിട്ട് പ്രത്യേകം ഓർക്കണം കേട്ടോ, അപ്പോഴേ അത് പുറത്തേക്കൊക്കെ പോവാതെ കിട്ടുള്ളൂ. ഇനി നമുക്ക് ആവശ്യത്തിന് പാലൊഴിച്ചിട്ട് പാല് നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മളെപ്പോൾ നമ്മുടെ ബാറ്റർ മിക്സ് ചെയ്യുമ്പോഴും അധികം തിരക്ക് പിടിച്ച് ചെയ്യരുത്, വളരെ സ്ലോവിൽ യൂണി ഡയറക്ഷനിൽ ചെയ്യാം. കുറച്ചും കൂടി നമുക്ക് പാല് ഒഴിക്കേണ്ട വരും. കണ്ടോ? ഈ സമയത്ത് നമുക്ക് മധുരമൊക്കെ ഒന്ന് നോക്കാം കേട്ടോ. മധുരമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം വാനില എസൻസ് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഇതിനകത്തേക്ക് നമ്മൾ ഒരു ചെറിയ ടീസ്പൂണോളം ലെമൺ ജ്യൂസ്. ഇത് നന്നായിട്ടൊന്ന് സ്ലോവിൽ ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പൊ നമ്മൾ ഇതിനകത്ത് വേറെ ഫ്ലേവർ ഒന്നും ആഡ് ചെയ്തിട്ടില്ല, വാനില എസൻസ് മാത്രമേ നമ്മൾ ഇതിനകത്ത് അതിന്റെ ഒരു ഫ്ലേവർ മാത്രമേ ഇതിനേ ഉള്ളൂ. ഒരു അല്പം കൂടി പാലൊഴിച്ചു കൊടുക്കുക. പാലൊഴിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധയോടുകൂടി ഒഴിക്കണം. അതിന്റെ ലൂസ് പോലെ ആവാൻ പാടില്ല. ബാറ്റർ എപ്പോഴും ഒരു തിക്കുമല്ല ലൂസും അല്ലാത്തൊരു കൺസിസ്റ്റൻസിയിലാണ്. അപ്പോൾ മധുരം നിങ്ങൾ ചെക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പം നമ്മൾ ഉണ്ടാക്കുന്നത് എഗ്ഗ്ലെസ് ഫ്രൂട്ട് കേക്കാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇതിനകത്ത് മുട്ടയൊന്നും ഉപയോഗിച്ചിട്ടില്ല. പിന്നെ അപ്പോൾ ഇതിനകത്തേക്ക് നമ്മളുടെ കൈവശം ഏത് തരത്തിലുള്ള ഫ്രൂട്ട്സ് ഒക്കെയാണോ ഉള്ളത് അത് നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഞാനിവിടെ എടുത്തിരിക്കുന്ന ഫ്രൂട്ട്സ് കുറച്ച് ടൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട്, കുറച്ച് കാഷ്നട്ട് എടുത്തിട്ടുണ്ട്. അപ്പൊ ഈ കാഷ്നട്ടൊക്കെ നമ്മൾ ഈ കേക്ക് കഴിക്കുമ്പോൾ ഒന്ന് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. പിന്നെ കുറച്ച് കിസ്മിസ്, പിന്നെ കുറച്ച് ചെറി. അപ്പൊ നമ്മളുടെ കൈവശം എന്താണോ ഫ്രൂട്ട്സ് ഉള്ളത് അതൊക്കെ നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഒരുപാട് ഓവറായിട്ടല്ല, ഇതിന് അനുസരിച്ചിട്ടുള്ളത് ഇത് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം.
ഇനി നമുക്ക് ഈ ഫ്രൂട്ട്സ് ഒക്കെ കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു തിക്നെസ്സിൽ നമ്മൾ ബാറ്റർ റെഡിയാക്കി വെക്കുക. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതേപോലെ ഒരു ചരുവനെടുക്കാം. നമ്മുടെ ചായപാത്രം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ബേക്ക് ഉണ്ടാക്കാൻ പറ്റിയ എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ കൈവശമുള്ള ഏത് പാത്രമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പാത്രം എടുക്കുക. ആ പാത്രത്തിലേക്ക് നമ്മൾ ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. അപ്പോൾ സൈഡിലും വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഒരല്പം ഓയിൽ ഒഴിച്ചിട്ട് ഈ ബട്ടർ പേപ്പർ വെക്കുക. ബട്ടർ പേപ്പറിന്റെ പുറത്തും ഉള്ളിലും നമ്മൾ ഒരല്പം ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് നമുക്ക് കേക്ക് വിട്ടു പോരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഈ ബട്ടർ പേപ്പർ ഇല്ലാന്നുണ്ടെങ്കിൽ ഓയിൽ ഒന്ന് പതുക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഒരല്പം നമ്മുടെ ഈ മൈദയുടെ ഫ്ലോർ ഒന്ന് ഇതിനകത്തൊന്ന് തൂക്കി കൊടുത്താൽ മതി. എന്നിട്ട് ആ ബാലൻസ് തന്നെ ആ മൈദയുടെ പൊടി നിങ്ങൾ കൊട്ടിക്കളയാൻ വേണം. അപ്പോൾ അങ്ങനെ ചെയ്താലും മതി. ഇപ്പം എൻ്റെ കയ്യിൽ ബട്ടർ പേപ്പർ ഉണ്ടായതിൻ്റെ പേരിൽ ഇങ്ങനത്തെ ഒരു പാത്രം റെഡിയാക്കി വെച്ച് നമുക്ക് ഇതിനകത്തേക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതിൻ്റെ എയർ ബബിൾസ് ഒക്കെ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ കേക്കിൻ്റെ അടിഭാഗമൊക്കെ നല്ല കറക്റ്റ് ഷേപ്പിൽ കിട്ടുകയും ചെയ്യും. ഇനി നമുക്ക് ഈ കേക്കിനെ ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. അത് ഇപ്പോൾ ഇങ്ങനെ വെച്ചാൽ മതി. അപ്പോൾ നല്ല ഒരു ഭംഗി കിട്ടും. മിഡിലിൽ ഒരു ചെറി. ഇനി നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അതിനായിട്ട് നമ്മൾ ഒരു കുക്കർ വയ്ക്കുക. കുക്കറിലേക്ക് ഇതേപോലെ ഒരു റിങ് വെച്ച് കൊടുക്കാം. കുക്കർ നമ്മൾ ഇപ്പോൾ വെച്ചാൽ മതി. നമ്മൾ നേരത്തെ ഇത് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് ചൂടായി പോകും. ഇതൊരു സെക്കൻഡ് പോലും വേണ്ടില്ല. കുക്കർ നല്ല ഹൈ ഫ്ലെയിമിലിട്ട് ചൂടാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. വളരെ ശ്രദ്ധിച്ച് വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് കുക്കർ അടക്കാം. കുക്കർ അടക്കുമ്പോൾ നമ്മൾ ഈ വാഷറും മാറ്റണം. വെയിറ്റും മാറ്റിയതിന് ശേഷം വേണം കുക്കർ അടച്ചു കൊടുക്കാൻ. ഇതൊരു ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് നമ്മളിത് വെച്ചേക്കുന്നത്. അപ്പോൾ ഒരു 30 മിനിറ്റിനും 45 മിനിറ്റിനുള്ളിൽ ഇത് ബേക്കായി കിട്ടും. അപ്പോൾ നമുക്കൊരു ഏകദേശം ഒരു 40 മിനിറ്റ് കഴിയുമ്പോൾ വന്ന് നോക്കാം ഇത് ബേക്കായിട്ടുണ്ടോ എന്ന്. 40 മിനിറ്റ് ആവുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പൊ നമ്മുടെ കേക്ക് ഇപ്പൊ റെഡി ആയിട്ടുണ്ട്. 40 മിനിറ്റ് കറക്റ്റ് ആയിരുന്നത്. അപ്പൊ ഞാനൊരു 30 മിനിറ്റിൽ വന്ന് നോക്കിയപ്പോഴായിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഞാനിപ്പോ സ്റ്റവ് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് ഇട്ടേക്കാണ്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. നല്ല ചൂടാണ്. നല്ല കിടുക്കാച്ചയായിട്ട് നമ്മുടെ കേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ നേരത്തെ ഇതിങ്ങനെ കുത്തി നോക്കിയപ്പോൾ കറക്റ്റ് ആയിരുന്നു. അപ്പൊ ഇതേപോലെ ഒന്ന് നമ്മൊന്ന് നോക്കിയാൽ മതി. അപ്പൊ കണ്ട നല്ല ക്ലിയർ ആയിട്ട് വന്നേക്കണണ്ട. ഇതിന്റെ കുക്കിംഗ് ടൈം മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. ഇനി നമുക്ക് ഇതിന്റെ അകത്തുനിന്ന് ഇതെടുത്ത് നമുക്ക് ചൂടാറാൻ വെക്കാം. ഇങ്ങനെ എന്തെങ്കിലും ഒരു ടവല് പിടിച്ചിട്ട് ഇതിൽ നിന്ന് എടുക്കണം. അപ്പൊ നല്ല ചൂടാണ് നമ്മുടെ കേക്ക്. അപ്പൊ നമ്മുടെ ഫ്രൂട്ട് കേക്ക് നല്ല സുന്ദരിക്കുട്ടിയായിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടിട്ട് തന്നെ അങ്ങോട്ട് ഇപ്പൊ തന്നെ അങ്ങോട്ട് കഴിക്കാനാണ് തോന്നണത്. അപ്പൊ നമുക്കിത് ചൂടാറുന്നവരെ വെയിറ്റ് ചെയ്യാം. ചൂടാറുന്നതിന് മുമ്പ് ഇത് ആരും വേറൊരു പ്ലേറ്റിലേക്ക് പകർത്താൻ ശ്രമിക്കരുത് കേട്ടോ. ചൂടാറിയതിന് ശേഷം മാത്രം നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മുടെ ഫ്രൂട്ട് കേക്കിന്റെ ചൂടൊക്കെ ആറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പ്ലേറ്റിലോട്ട് അത് മാറ്റാം. നമുക്ക് ഈ ബട്ടർ പേപ്പറൊക്കെ മാറ്റാം. നല്ല അടിപൊളിയായിട്ട് നമ്മുടെ കേക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് എന്തൊരു ഭംഗി നോക്കി കേക്ക് കാണാനായിട്ട്. ശരിക്കും ഫ്രൂട്ട് കേക്ക് എന്ന് പറഞ്ഞാൽ ഇതാണ്. കറക്റ്റ് 40 മിനിറ്റ് അത് കറക്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പൊ നമ്മുടെ ഫ്രൂട്ട് കേക്ക് നല്ല സൂപ്പർ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എന്റെ കുക്കിംഗ് ടൈം 40 മിനിറ്റ് ആണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ 40 മിനിറ്റ് ആവണമെന്നില്ല. കാരണം ഇപ്പൊ നമ്മളുടെ ഓരോരുത്തരുടെ സ്റ്റൗവിന്റെ ബർണറിന്റെ ഡയാമീറ്റർ ഒക്കെ അനുസരിച്ചിരിക്കും ഓരോരുത്തരുടെ ആ ഫ്ലെയിമിന്റെ ഇത് രീതി.
അപ്പോൾ അത് നിങ്ങൾ ഇടയ്ക്ക് ഒരു 30 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് ചെക്ക് ചെയ്തേക്കണം. പിന്നെ നമ്മൾ അത് കറക്റ്റ് നോക്കിയെടുക്കാം. നമ്മൾ കുറച്ചും കൂടി ടൈം ഇത് കയറി പോയാൽ നമുക്ക് ഇതാകെ ഒരു ബ്ലാക്ക് ഷെയ്ഡ് ആയി പോകും. അപ്പൊ ഒരു ചോക്ലേറ്റ് കേക്ക് പോലെയൊക്കെ ആയി പോകും. പക്ഷെ കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റ് വൈസ് ഒരു കുഴപ്പമുണ്ടാവില്ല. എന്നാലും നമ്മളത് ശ്രദ്ധിച്ച് നമ്മളൊരു ഫ്രൂട്ട് കേക്ക് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെതായ കളറ് നമുക്ക് കിട്ടണമല്ലോ. അപ്പൊ അതൊക്കെ നോക്കി ഒന്ന് എടുത്താൽ മതി. അപ്പൊ എല്ലാവരും ഇതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതേപോലെ നിങ്ങൾ തയ്യാറാക്കി നോക്ക്. അപ്പൊ ഏതൊരു ഫെസ്റ്റിവൽ ആയിക്കോട്ടെ, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്പെഷ്യൽ ഒക്കേഷൻസോ, അതല്ലെങ്കിൽ ഇനിയിപ്പോ ക്രിസ്മസ് വരാൻ പോണ്, അപ്പൊ അങ്ങനെയുള്ള സമയത്തൊക്കെ നമുക്കിത് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കേക്കാണിത്. അപ്പൊ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. പിന്നൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇതിനകത്ത് ഇട്ടിരിക്കുന്ന ഫ്രൂട്ട്സ് തന്നെ ആവണമെന്നില്ല നിങ്ങളുടെ കൈവശമുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ഇതിനകത്ത് ആഡ് ചെയ്യാം. കയ്യിലുള്ളത് എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് നമുക്ക് എളുപ്പത്തിൽ ഈ കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പൊ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. വളരെ സോഫ്റ്റ് ആണ് ട്ടോ. കത്തി വെച്ചിട്ട് കണ്ട മുറിച്ചിട്ട് എന്തൊരു സോഫ്റ്റ് ആയിരുന്നു, സ്പോഞ്ച് തന്നെ. എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇത്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും. പ്രത്യേകിച്ച് എഗ്ഗ്ലെസ് അല്ലേ. എഗ്ഗൊന്നും പിള്ളേർക്ക് ഇഷ്ടമല്ലല്ലോ കഴിക്കാനായിട്ട്. അപ്പൊ ഇത് നമുക്കിതൊരു ബർത്ത്ഡേ ഒക്കെ വരണമെങ്കിൽ ആകാൻ പറ്റിയ നല്ലൊരു അടിപൊളി കേക്കാണ്. ഇത് സ്പോഞ്ചാണിത്. അത്രയ്ക്കും സോഫ്റ്റ് ആയിട്ടിരിക്കുന്നു. ഇതൊരു സ്ട്രക്ചർ അല്ലേ. നമുക്ക് ഇതിനകത്തായിട്ടേക്കണ ഫ്രൂട്ട്സ് അതോടുകൂടി നമ്മൾ ഇടക്കൊന്നും ഇങ്ങനെ കടിക്കുമ്പോഴേ, കേക്കൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒന്ന് അങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ അതിലൊരു അടിപ്പൻ ടേസ്റ്റ് ആയിരിക്കും. ഇപ്പൊ തന്നെ ഉണ്ടാക്കി നോക്കണം കേട്ടോ എല്ലാവരും. അപ്പൊ ഈ എഗ്ഗ്ലെസ് ഫ്രൂട്ട് കേക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പൊ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ. ആഘോഷങ്ങളെന്നും സന്തോഷത്തിൻ്റെ പ്രതീക്ഷയുടെ വെളിച്ചമാണ്. ആ പ്രതീക്ഷകളില്ലെങ്കിൽ നാം ഉണ്ടോ? നമ്മുടെ സ്വപ്നങ്ങളെ സാക്ഷാത്കരിച്ച് നമ്മെ മുന്നോട്ട് നയിക്കാൻ പ്രാപ്തരാക്കിയ നമ്മുടെ ആ പഴയ തലമുറയെ ഓർമ്മിക്കാൻ ഈ ഒരു ജന്മം മതിയാകുമോ?